എത്രമാത്രം ഒരു വ്യക്തി സമൂഹത്തിനോട് കടപ്പെട്ടിരിക്കണം? സമൂഹത്തിന് വർക്ക് ചെയ്യുമ്പോൾ ആദ്യം സ്വന്തം പേഴ്സണലായിട്ട് മനസ്സിലാക്കുക, എന്താണ് ഞാൻ എൻ്റെ സമൂഹത്തിന് വേണ്ടി ചെയ്യേണ്ടത്, എന്താ എനിക്ക് ചെയ്യാൻ പറ്റുക. പക്ഷെ അതിന് റിട്ടേൺ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഒന്നും വേണ്ട, ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ഒരു ബോട്ടിൽ ബ്ലഡ് കൊടുക്കാൻ വേണ്ടി കൊടുത്തോളൂ. ദാറ്റ്സ് എൻ ആക്ടിവിറ്റി. പക്ഷെ അത് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് മതി. അല്ലാണ്ട് സമൂഹം നിങ്ങൾ എന്തെങ്കിലും റിട്ടേൺ എക്സ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു പരിപാടി. പിന്നെ നിങ്ങൾക്ക് വേണ്ടി സമൂഹത്തിനോട് ഒന്നും ചെയ്യാൻ പറ്റില്ല. തീർച്ചയായും വളരെ ഒരു മെസ്സേജാണ്. കാരണം നമ്മുടെ സമൂഹത്തിന് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ അതിന് റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുക. നമ്മൾ അത് തിരിച്ചെന്തെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ സമൂഹത്തിനോട് ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. വളരെ മനോഹരമായ ഒരു അഡ്വൈസാണത്. തീർച്ചയായും സാറിൻ്റെ അടുത്തേക്ക്, സാർ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഗുജറാത്ത് സംസ്ഥാനത്തിൻ്റെ പ്രസിഡൻ്റാണ്. തീർച്ചയായും ലോകത്തിലെ മലയാളികൾ ഇന്ന് പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും ഹാർഡ് വർക്ക് ചെയ്തും അവരുടെ എഫോർട്ട് കൊണ്ടും നമ്മളിന്ന് മലയാളികൾ അഭിമാനിക്കാവുന്ന ഒരു സിറ്റുവേഷനിലാണ്. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ പുരോഗതിയുടെ ഒരു ഭാഗം എന്ന് പറയുന്നത് മറുനാടൻ മലയാളികൾ എന്നുള്ളതിൽ യാതൊരു മാറ്റമില്ല. ആ ഒരു അസോസിയേഷൻ്റെ ഒൺലി വൺ സംഘടനയാണ്. ആ സംഘടനയുടെ ഒരു പ്രസിഡൻ്റാണ് ഗുജറാത്തിലെ സാറ്. അതിൻ്റെ ആക്ടിവിറ്റീസിനെ കുറിച്ചും കൂടെ പറയുക. ഈ വേൾഡ് മലയാളി അസോസിയേഷൻ ഗുജറാത്ത് പ്രൊവിൻസ് രൂപീകരിച്ചിട്ട് 20 ദിവസമായിട്ടുള്ളൂ. ഈ മാസം 13-ാം തീയതിയാണ് രണ്ടാമത്തെ മീറ്റിംഗ് ബറോഡയിൽ വെച്ചാണ്. മാർച്ച് മാസം 27th ടെൻറ്റേറ്റീവ്ലി ഒഫീഷ്യലായിട്ട് ഇതിൻ്റെ ലോഞ്ച് ഉദ്ഘാടനം. അതായത് അവർ ഒഫീഷ്യലായിട്ട് അത് പ്രൊവിൻസ് അനൗൺസ് ചെയ്യുന്ന ഡേറ്റ് മിക്കവാറും 27th മാർച്ച് ആയിരിക്കും. അന്ന് നാഷണൽ പ്രസിഡൻറ്റും ഇത് റീജിയണൽ പ്രസിഡൻറ്റും പിന്നെ ഇൻ്റർനാഷണൽ പ്രസിഡൻറ്റും അവരൊക്കെ ഇവിടെ എത്തിച്ചേരും. അത് 28 ഇവരുടെ വക സ്പോൺസർ ചെയ്ത ഒരു ഫിലിം ഫെയർ അവാർഡ് കണ്ടുണ്ട് ബോംബെയിൽ വെച്ച്. ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല. സം ഫങ്ഷൻ ഇൻ ബോംബെ സ്പോൺസർഡ് ബൈ വേൾഡ് മലയാളി അസോസിയേഷൻ റിഗാർഡിങ് ഫിലിംസ്. അപ്പോൾ 28 ആയതുകൊണ്ട് 27 ബറോഡ അഹമ്മദാബാദ് വന്നതിന് ശേഷം 28 ബോംബെ പോയിട്ട് അതങ്ങനെയാണ് ഇപ്പോഴത്തെ പ്ലാനിങ്. അവരുടെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ തിങ് വളരെ ക്ലിയർ ആണ്. ഇത് ഏത് സ്ഥലത്ത് പോലും പല അസോസിയേഷനും കാണും. അതിൻ്റെ അസോസിയേഷനായിട്ടുള്ള ഒരു ടൈപ്പിലും കോമ്പറ്റീഷനുള്ള ഒരു അസോസിയേഷനല്ല വേൾഡ് മലയാളി കൗൺസിൽ. വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഗ്ലോബൽ ആക്ടിവിറ്റീസ് ദാറ്റ് ടു എന്താ പറയുക, ഒരു ബിഗ് വേ ആണ് അവിടെ. ഈ ചാരിറ്റബിൾ വർക്കാണ് മെയിനായിട്ട് നടക്കുന്നത്. ഈ ഫണ്ട് റേസിംഗ് എല്ലാം അവർക്ക് കിട്ടുന്ന മിക്കവാറും പറഞ്ഞ മാതിരി ഇങ്ങനെ ഫിലിം ഫെയർ ഫംഗ്ഷനോ അങ്ങനെയുള്ള പല ഫംഗ്ഷനും വെച്ചിട്ടുണ്ട്. പിന്നെ സ്പോൺസേഴ്സ്, അവർക്ക് നല്ല നല്ല സ്പോൺസേഴ്സ് കിട്ടുന്നുണ്ട്. കാരണം അവിടെ ആക്ടിവിറ്റി അങ്ങനത്തെ. കാരണം ഇപ്പം ഞാൻ നിങ്ങൾ പേപ്പറിൽ വായിച്ച് കാണും, കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ ക്ലീനിങ് ഓഫ് ദി റൂട്ട്സ്, ഡെബ്രീസ് റിമൂവ് ചെയ്ത് പ്ലാസ്റ്റിക് ഡെബ്രീസ് റിമൂവ് ചെയ്യുക. അത് കേരളം ബ്യൂട്ടിഫുൾ ആക്കുന്നുള്ള ഒരു പ്രൊജക്റ്റ് അവർ ഏറ്റെടുത്തിട്ടുണ്ട്. ഓൾറെഡി സ്റ്റാർട്ടഡ് വെച്ചോ. അപ്പോൾ ഇത് മറ്റുള്ള സംഘടനകളൊക്കെ ചെയ്യാത്ത പണികളാണ്. മറ്റുള്ള സംഘടന ഇപ്പോൾ ഓണാഘോഷമായാലും അല്ലെങ്കിൽ ഒരു വാർഷികമായാലും അങ്ങനെയുള്ള പരിപാടി ഇവർക്കൊന്നുമില്ല. രണ്ടാമത് ഞങ്ങൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, കേരളത്തിലെ വില്ലേജസിലുള്ള കുട്ടികൾ, അത് അവർക്ക് സിറ്റി എന്താണെന്നോ അല്ലെങ്കിൽ ഒരു അർബൻ ഒരു ഏരിയത്തിലെ ആൾക്കാരെ അഡോപ്റ്റ് ചെയ്ത് പഠിപ്പിച്ച് ജോലി മേടിച്ച് കൊടുക്കുക, അത് പുറത്ത് ജോലി മേടിച്ച് കൊടുക്കുക. അങ്ങനെ ഒരു പ്രൊജക്റ്റ് അവർ 3500 സ്റ്റുഡൻസ് പിള്ളേരെ ഓൾറെഡി അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞ നാട്ടിൽ. അപ്പോൾ അവരുടെ ആക്ടിവിറ്റി മോസ്റ്റ്ലി ഇറ്റ് ഈസ് ബേസ്ഡ് ഇൻ കേരള ഓൺലി. കാരണം മലയാളി അസോസിയേറ്റ് കേരളത്തിലാണ്. നമ്മുടെ പ്രോഗ്രാം എന്ന് വെച്ചാൽ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് നമുക്ക് എത്ര ഈ പ്രൊവിൻസിൽ ചെയ്യാൻ പറ്റുമോ, ഈ ക്ലീനിങ് പരിപാടിയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലോ, വി വാണ്ട് എ ഗുഡ് പ്രൊജക്റ്റ് ബി ടേക്കൺ. ആ നല്ലൊരു ചാരിറ്റബിൾ പ്രോജക്റ്റ് ഏറ്റെടുത്ത് അത് നല്ല വിധത്തിൽ ഈ ബാനറിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സാറിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെ? ബിസിനസ് പ്ലാനിൽ ഞങ്ങൾ ഓൾറെഡി ഈ കൊല്ലം 1 കോടി രൂപയുടെ എക്സ്പാൻഷൻ നടത്തി. അടുത്ത കൊല്ലം സെയിം എമൗണ്ടിൽ എക്സ്പാൻഷൻ നടക്കുകയാണ്. സ്ഥലത്തിൻ്റെ ചില പരിമിതിയുണ്ട്. അതിനുവേണ്ടി കുറച്ച് സ്ഥലം കിട്ടുമെന്ന് നോക്കുന്നുണ്ട്. എനിത്തിങ് വാട്ട് യു ആർ ഏണിങ് ഐ എം പുട്ടിങ് ബാക്ക് ടു ബിസിനസ്. എന്നാലും നമുക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. സമ്പാദിക്കുക എന്ത് കിട്ടിയാൽ അത് തിരിച്ച് ബാങ്കിൻ്റെ സഹായത്തോടു കൂടി തന്നെ എക്സ്പാൻഷൻ ചെയ്യുന്നുണ്ട്. പ്രൊഡക്റ്റ് കൂടുതൽ ഒന്നുകൂടി പ്രൊഡക്റ്റ് ആഡ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. എന്തായാലും ഞങ്ങളുടെ ഫാക്ടറിയിൽ ഇന്ന് 100 കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഒരു സമാധാനം വെച്ചാൽ 100 ഫാമിലിയെ നമ്മൾ രക്ഷപ്പെടുത്തുന്നുള്ള ഒരു സമാധാനമാണ് മെയിനായിട്ടുള്ളത്. മനസ്സിൽ കിട്ടുന്ന ഒരു വലിയൊരു സാറ്റിസ്ഫാക്ഷൻ. 100 ഫാമിലീസ് വി ആർ ടേക്കിംഗ് കെയർ ഓഫ്. ഇത്രയും നാളത്തെ ജീവിതത്തിനിടയിൽ സാറ് പറഞ്ഞു, സാറ് വന്ന വഴികൾ എപ്പോഴും ഓർക്കുക എന്നുള്ളത് ഒരു വലിയ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യമാണ്. തുടക്കത്തിൽ സാറ് പറഞ്ഞത് പിന്നോട്ട് എപ്പോഴും ചിന്തിക്കുക, നമ്മൾ വന്ന വഴികൾ. തീർച്ചയായും ആ വഴികളെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അഹങ്കാരമോ, മനസ്സിൽ ഒരു മനുഷ്യന് അഹങ്കാരം ഉണ്ടാവാം, അവന് വളരെ ഉയർച്ചയിലേക്ക് അഭിമാനിക്കാം. പക്ഷെ ഒരു പിന്നിലേക്കുള്ള വഴി നോക്കുമ്പോൾ ഒരു മനുഷ്യൻ സമാധാനശീലനാകുന്നു, അവന് ഭവ്യനാകുന്നു, അവന് ഓരോ രീതിയിലും ശാന്തി നൽകുന്നു, ഒരുപാട് കാര്യങ്ങൾ. സാറിൻ്റെ ജീവിതത്തിൻ്റെ പിന്നിലേക്കുള്ള സാറിൻ്റെ ഒരു റിവേഴ്സിൽ എന്ത് ഫീലിംഗ് ആണ് സാറിന് കിട്ടുക? റിവേഴ്സിൽ പറഞ്ഞ പോലെ റിവേഴ്സിൽ ഫീൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ പിന്നിലോട്ട് നോക്കാതെ നിങ്ങൾ മുമ്പിലോട്ട് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഐ സ്റ്റാർട്ടഡ് ഫ്രം ദി സ്ക്രാച്ച്. അങ്ങനെ തുടങ്ങിയൊരു വ്യക്തിയാണ്. ഓരോ ലെവലിലും പ്രോഗ്രസ് കിട്ടിയിട്ടുണ്ട്. എല്ലാത്തിൻ്റെ ആരെങ്കിലും കൊണ്ട് പ്രോഗ്രസ് ഉണ്ടായിരുന്നു. ഏത് ലെവലിൽ പോയാലും എനിക്കൊരു മൈനസ് ഡിഗ്രി എവിടെയും വന്നിട്ടില്ല. ഒരു പ്ലസ് പോയിൻ്റ് എപ്പോഴും ഉണ്ടാവും. അങ്ങനെ ഓരോ സ്റ്റെപ്പ് വെച്ച് നമ്മൾ ആദ്യം അക്കൗണ്ടൻ്റ് ആയിരുന്നു, പിന്നെ കൊമേഴ്സ്യൽ മാനേജറായി, പിന്നെ ജനറൽ മാനേജറായി, പിന്നെ സ്വന്തം ഫാക്ടറിയായി. ഈ സ്വന്തം ഫാക്ടറി ആയാൽ തന്നെയും നമ്മളും ഒരു കമ്പനിയിലെ ബോസ് എന്നൊരു വിചാരം ഇതുവരായിട്ട് എനിക്കുമില്ല, അതും എൻ്റെ മകനുമില്ല. എൻ്റെ മകനിപ്പോൾ ഫാക്ടറി ഉണ്ട്, അവനും അവിടുത്തെ ഡയറക്ടറാണ്. അവനും അങ്ങനെ വിചാരമുള്ള ബോസ്. ചിലപ്പോൾ പിള്ളേരെ കുറച്ച് ബ്ലഡൊക്കെ ഉണ്ടാവും. സ്റ്റിൽ ഹി ഡോണ്ട് ഫീൽ ദാറ്റ് ഐ എം ഓണർ കമ്പനി. അത് അങ്ങ് എല്ലാവരും ഓണറാണെന്നുള്ളൊരു ഒരു സിസ്റ്റത്തിലാണ് ഓടിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് പ്രോഗ്രസ് ഉള്ളത് തന്നെ. അതിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ബാക്ക് പഴഞ്ഞ കാലം ചിന്തിക്കാതെ ആരും മുന്നോട്ട് പോകാൻ പാടില്ല. വളരെ സന്തോഷമായിരിക്കുന്നു. വളരെ മനോഹരമായ വാക്ക്. ഒരുപാട് നന്ദിയുണ്ട് സാർ. ഈ തിരക്കേറിയ ഈ സമയത്തും ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു സമയം കണ്ടെത്തി. വളരെ നന്നായി. നിങ്ങൾ ഇവിടെയൊക്കെ വന്ന് ഇതൊക്കെ ചെയ്തതിൽ അറ്റ്ലീസ്റ്റ് മറുനാടന്മാരുടെ എന്താണ് ചെയ്യാമെന്നുള്ള നാട്ടുകാർക്ക് കാണിക്കാൻ പറ്റുന്നൊരു അവസരം തന്നതിൽ വളരെ നന്ദി. അതിന് വളരെ അഭിനന്ദനങ്ങളൊന്നും നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാക്കുമ്പോൾ ഒന്നേ സർവേഷനോട് പ്രാർത്ഥിക്കുന്നുള്ളൂ. ശ്രീ മോഹൻ നായർ പോലെയുള്ള ഉന്നതമായ വ്യക്തികൾ ഇന്ന് നമ്മുടെ സമൂഹത്തിന് ആവശ്യമാണ്. അദ്ദേഹത്തിന് സർവ്വ ഐശ്വര്യവും അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിന് നന്മയും സർവേശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്നും മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി പ്രേക്ഷകരോടുള്ള ചോദ്യം ഇതാണ്: വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന വിപ്ലവം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന വിപ്ലവം ഏതാണ്? ഈ ചോദ്യത്തിന് ശരിയുത്തരം ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിച്ചറിയിക്കുക. ഞങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പർ 0484231778 അല്ലെങ്കിൽ 83. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484231778 അല്ലെങ്കിൽ 83.